ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യുദ്ധേരയിലെ സഭയുടെ ദൂതനുള്ള സന്ദേശമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ വാക്യങ്ങൾ വാസ്തവത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സഭ ഈ യുദ്ധേരയിലെ സഭയാണ്. കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സഭ തന്നെയാണ് യുദ്ധേരയിലെ സഭ. എന്നാൽ വളരെ നന്മകളും ഉണ്ടായിരുന്നു. കാരണം കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും അറിയുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. മറ്റനേക സഭകൾക്ക് ഇല്ലാതെ പോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് യുദ്ധേരയിലെ സഭ എന്ന് പറയുന്നത് വളരെ നല്ല സഭയാണ്. പക്ഷേ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളതായിരിക്കുന്ന ഒരു സഭ കൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമാണ്. അവിടെ പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒരു സ്ത്രീയാണ്, ഇസബേൽ എന്നൊരു സ്ത്രീ. അത് അവളുടെ ശരിയായ പേരാണോ, പഴയ നിയമത്തിലെ ഇസബേലിനെ പ്രതീകാത്മകമായി അവിടെ ഉപയോഗിച്ചതാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സ്ത്രീ അവിടെ സഭയിലെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവര് പ്രശ്നം ഉണ്ടാക്കുന്നത് തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ആളുകളുടെ ജീവിതത്തെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തില് 29 മുതൽ 33 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആഹാബ് എന്ന് പറഞ്ഞതായിരിക്കുന്ന രാജാവിന്റെ ഭാര്യയായിട്ടാണ് വന്നത്. ഒരു സീദോന്യ രാജാവിന്റെ മകളാണ്. സീദോന്യ ദേവന്മാരെ ആരാധിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഇസ്രയേലിലേക്ക് ബാലിന്റെ സേവയെ കൊണ്ടുവന്നത് ഈ സ്ത്രീയാണ്. ബാലിന്റെ പ്രവാചകന്മാർ ദൈവത്തിന്റെ പ്രവാചകന്മാരെക്കാൾ കൂടുതൽ എണ്ണത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏലിയാവ് അവരെ ഓരോരുത്തരെയും ശരിക്ക് കൈകാര്യം ചെയ്തു. അന്ന് കാലത്ത് ഏലിയാവ് പറഞ്ഞു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പക്ഷെ ഒരുവനായിരുന്നില്ല. ബാലിനെ മുട്ടുകുത്താത്ത 700 പേരെ കർത്താവ് ശേഷിപ്പിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. 7000 പേരെ ശേഷിപ്പിച്ചിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അത് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് വലിയൊരു സംഖ്യയല്ല. കാരണം 5 ലക്ഷത്തിലധികം പട്ടാളക്കാർ തന്നെ ശമരിയയിലും അതുപോലെ 3-4 ലക്ഷം പട്ടാളക്കാർ യഹൂദയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 10 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ടായിരുന്ന ഒരു രാജ്യത്താണ് ഈ ബാലിന് മുട്ടുകുത്താത്തതായിരിക്കുന്ന 7000 പേര് മാത്രം അവശേഷിച്ചു എന്നുള്ളത്. അപ്പോ ബാലിന്റെ സ്വാധീനം വളരെ അധികം ഉണ്ടായിരുന്നു എന്ന് നാം ഓർക്കുകയാണ്. തിന്മ വളരെ വേഗം വളരും, നന്മ വളരെ ചെറുകെ വളരും. നാമെല്ലാം കൃഷി ചെയ്യുന്നവർക്കറിയാമല്ലോ, കളകൾ വളരാനായിട്ട് എന്തോരം എളുപ്പമാണ്. അതിന് പ്രത്യേകിച്ചും വെള്ളവും ഒഴിക്കേണ്ട, വളവും ചെയ്യേണ്ട. പക്ഷെ അത് വളരെ വളരും. എന്നാൽ നാം ചെയ്യുന്നതായിരിക്കുന്ന പാവലോ വെണ്ടയോ അതുപോലെയുള്ള വഴുതനയോ എന്തവാഴയോ ചേമ്പോ അതൊക്കെ വളർത്തി ഫലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നാം അതിനോട് കളകളോടെ യുദ്ധം ചെയ്താണ് നിൽക്കുന്നത്. നെൽകൃഷി ചെയ്യുന്നവർക്ക് അറിയാം. ഇന്ന് കുട്ടനാടൻ പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നതായിരിക്കുന്ന ആളുകളെ അവരുടെ വലിയൊരു ഒരു പ്രയാസം ഞാൻ വായിച്ചു. അതായത് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം പാടത്ത് വീഴുന്നതായിരിക്കുന്ന നെല്ല് അവരെ വിതയ്ക്കുന്ന നെല്ലിനേക്കാൾ വേഗം കിളിച്ചു വളരുക. അങ്ങനെ അത് വളർന്ന് കൊയ്ത്തിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് മറ്റേത് ആവൂല. പിന്നെയും ഒരു 10-30 ദിവസം കൂടെ കഴിഞ്ഞേ മറ്റേതാകും. അതുകൊണ്ട് ഫലം വളരെയധികം കുറയുന്നതായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞത്, കൃഷി വിതയ്ക്കുന്ന വിത്ത് വളർത്തിയെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. വിതയ്ക്കാത്തൊക്കെ വളരുന്നത് വളരെ എളുപ്പമാണ്. സഭയെ സംബന്ധിച്ചും അങ്ങനെയാണ്. തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളും തിന്മകളും സഭയിൽ എത്ര വേഗമാണ് വളരുന്നത്, എത്ര വേഗം. എന്നാൽ നന്മകൾ വളർത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. യുദ്ധേരയിലെ സഭയിലെ ഒരു വേശ്യാ സ്ത്രീ ദൈവദാസന്മാരെ ലൈംഗിക കാര്യങ്ങൾക്കായി പ്രേരിപ്പിച്ചിരുന്നു. ബിലെയാം ഇസ്രയേലിനെ നശിപ്പിച്ചതുപോലെയും ഇസബേൽ ഇസ്രയേലിനെ വഷളാക്കിയതുപോലെയും ഈ സ്ത്രീ അക്കാലത്തെ സഭയെ വഷളാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തു വന്നിരുന്നത്. അത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ആ സ്ത്രീക്കെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞു. ഒരു പ്രവാചകി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവള് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ദർശനങ്ങളുള്ള വെളിപ്പാടുകൾ ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം. ആ സ്ത്രീ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെയാണല്ലോ ഇത് എഴുതുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലിക കാലത്ത് പ്രവചനങ്ങളും ദർശനങ്ങളും ഒക്കെ ഉള്ള കാലമായിരുന്നു. അപ്പോസ്തലന്മാർക്കും ഒക്കെയാണ് അത് ഉണ്ടായിരുന്നത്. എങ്കിലും ഈ സ്ത്രീ അത് അവകാശപ്പെടുകയും തനിക്കുണ്ടായ ദർശനങ്ങളെ കൊണ്ടും പ്രവചനങ്ങളെ കൊണ്ടും സഭയെ വഴിതെറ്റിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ആയിരുന്നു.
അപ്പോ ഈ 9 നൂറ്റാണ്ടുകളാണ് ഈ തുയഥൈര സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അത്രത്തോളം 900 വർഷത്തോളം നീണ്ടു നിന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭ എത്രമാത്രം അധപ്പതിച്ചു എന്ന് ആ കാലഘട്ടത്തിലെ സഭയുടെ ചരിത്രം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. കർത്താവ് സഭയ്ക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം നൽകി. എന്നാൽ സഭ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടുവാൻ 900 വർഷം 1000 വർഷം ധാരാളം മതി. പക്ഷെ അവർക്കത് പോരായിരുന്നു. കാരണം പാപത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എത്ര കാലം കിട്ടിയാലും മാനസാന്തരപ്പെടുവില്ല. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു വ്യാജ സഭയുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ തുയഥൈര സഭയുടെ ജീർണിച്ച ഒരു പതിപ്പാണ് അതെന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. ദൈവത്തിന്റെ പീഡനത്തിൽ കൂടെ അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യാജ സഭകളെ കടന്നുപോകും. സത്യസഭയ്ക്ക് കടന്നുപോകേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ അവളെ മാത്രമല്ല അവളുടെ മക്കളെയും കൊന്നുകളെയും എന്ന് പറഞ്ഞു. മക്കൾ എന്നത് ഈ സഭയുടെ ഭാവി തലമുറകളാണ്. റോമൻ കത്തോലിക്ക സഭയ്ക്ക് കർത്താവിന്റെ പീഡനത്തിൽ ഏറിയ ശിക്ഷാവിധി ഉണ്ടാകും. കാരണം അവരൊക്കെ ഈ വ്യാജ സഭയിൽപ്പെടുന്ന ആളുകളാണ്. അവർക്കൊന്നും യാതൊരു പ്രത്യാശയും ഇല്ലാത്തവരാണ്. എന്നാൽ അവരെ സഭയെയും സത്യത്തെയും വഷളാക്കി എന്നതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ തീർച്ചയായിട്ടും വളരെയധികം ചൊരിയുന്നതാണ്. അപ്പൊ കർത്താവിന്റെ ബുദ്ധിയുപദേശം സഭയിലെ വിശ്വസ്തരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. വലിയ പ്രതിഫലമാണ് കർത്താവ് വിശ്വസ്തർക്ക് നൽകുന്നത്. കർത്താവിന്റെ രാജ്യത്തിൽ അവർ വാഴുന്നവരായിരിക്കും എന്നാണ് കർത്താവ് കൊടുത്തത്. കർത്താവ് രാജ്യം സ്ഥാപിച്ച് ഭൂമിയിൽ വാഴുമെന്ന് അവർ കൂടെ വാഴും എന്നൊക്കെ ഉള്ളതാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതായാലും ഒരു അംഗീകാരം ദൈവത്തിന്റെ പരിപാടിയിൽ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന അംഗീകാരം കൊടുക്കും. എപ്പോഴും നാം അത് ഓർക്കേണ്ടത് ആവശ്യമാണ്. വിശ്വസ്തർ ഈ ലേഖനത്തെ തുയഥൈര സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവത്തിന്റെ പ്രമാണം അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളില് പഴയ നിയമത്തിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യുന്ന പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പക്കൽ പ്രതിഫലം ഉണ്ടെന്നാണ്. അവൻ വരുന്നു, വേഗം വരുന്നു, പ്രതിഫലമുണ്ട്. ഓരോരുത്തർക്കും അവർ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം. കർത്താവിന്റെ വരവ് എന്നുള്ളത് നമുക്ക് വളരെ ഭയമുളവാക്കേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ പ്രവൃത്തികൾ ശരിയല്ലെങ്കിൽ വളരെ ഭയമുളവാക്കണം. കർത്താവിനെ സ്നേഹിക്കുകയും അത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിട്ടിരിക്കുകയൊക്കെ ചെയ്ത ആളുകൾക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളിൽ. ശരി, ഇന്ന് നമുക്ക് സർദീസിലെ സഭയുടെ ദൂതൻ എഴുതിയതായിരിക്കുന്ന സന്ദേശത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. സർദീസിലെ സഭ ചരിത്രത്തിലെ ഇത് നവീകരണ സഭയാണ്. റിഫോർമേഷൻ ചർച്ചാണ്. മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനം തുടങ്ങിയത് നമുക്കറിയാം. ദൈവം തന്നെ ഉപയോഗിച്ച് അന്ധകാര യുഗത്തിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന സഭയിലെ വെളിച്ചം കൊളുത്തുകയും ആ വെളിച്ചം കണ്ട് അനേകരെ സത്യത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയുള്ളതായിരിക്കുന്ന നവീകരണ സഭയെയാണ് ഈ സർദീസിലെ സഭ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ സർദീസ് എന്ന് പറയുന്നത് തുമുലൂസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മലയുടെ അടിവാരത്ത് ഉള്ള ഒരു സ്ഥലത്തുണ്ടായിരുന്ന സഭയാണ്. ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമായിരുന്നു ഈ സർദീസ് എന്ന് പറയുന്നത്. ആ ഏറിയ മുഴുവനും തുയഥൈരയിൽ നിന്നും 30 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമാണത്. അപ്പൊ ഈ സഭകൾ 7 സഭകളും വളരെ അടുത്തടുത്ത സഭകളാണ്. ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിൽ വരുന്നതാണ്. പൂർണ്ണമായ വൃത്താകൃതിയിലല്ല, എന്നാൽ അങ്ങനെ ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിനുള്ളിൽ വരുന്ന സഭകളാണ് ഇവയെല്ലാം. 1-ാമത്തെ നൂറ്റാണ്ടിലെ പല യുദ്ധങ്ങൾ നടന്ന ഒരു സ്ഥലമായിട്ടാണ് ചരിത്രം ഈ സർദീസിനെ കുറിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, വളരെ ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാവുകയും വളരെ നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത ഒരു പട്ടണമാണ് സർദീസ് പട്ടണം. പിൽക്കാലത്തെ പുരാവസ്തു ഗവേഷകരായിരിക്കുന്ന ആളുകൾ അവിടെയൊക്കെ ഖനനം ചെയ്യുകയും അങ്ങനെ വലിയ ഭൂകമ്പം ഉണ്ടായി പട്ടണം നശിച്ചതിന്റെ അടയാളങ്ങള് അവശേഷിപ്പുകളൊക്കെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പട്ടണത്തിന്റെ തലസ്ഥാനത്തിൽ ലുദിയ എന്നാണ് പേര്. ഇത് ലോകത്തിലെ അതിസമ്പന്നമായ തലസ്ഥാനങ്ങളിൽ ഒന്നാണ്. സമ്പന്നമായിരിക്കുന്ന പട്ടണങ്ങളിൽ ഒന്നാണ് ഈ ലുദിയ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. അതിന് കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ പ്രസന്നമായ കാലാവസ്ഥയും അതുപോലെ
വളരെ ഫലഭൂയിഷ്ഠമായിരിക്കുന്ന മണ്ണുമൊക്കെയാണ് അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ അധികം സമ്പന്നതയിലേക്ക് ആ സ്ഥലം വളരുവാനായിട്ട് ഇടയായി. ഇന്ന് മാത്രമല്ല, ഈ പ്രസന്നമായിരിക്കുന്ന കാലാവസ്ഥ ഉള്ളത് കൊണ്ട് അനേക ആളുകള് ബിസിനസ് സംബന്ധമായിട്ട് സർദീസിലേക്ക് കടന്നു വരുമായിരുന്നു. അവിടെ പ്രശസ്തമായിരിക്കുന്ന ഒരു രാജകീയ കൊട്ടാരം ഉണ്ടായിരുന്നു, രാജാവിന്റെ കൊട്ടാരം. അത് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ളത്. ആരുടെ വേല മുഖാന്തരമാണ് ഈ സർദീസിലെ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. പുരാവസ്തു ഗവേഷകന്മാര് അത് കുഴിച്ചപ്പോ കണ്ടെത്തിയ ഒരു കാര്യം, സെയിന്റ് ജോൺസ് ചർച്ച് എന്നു പേരുള്ള ഒരു സഭാ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. അതിന്റെ രേഖ അവർ കണ്ടെത്തി, സെയിന്റ് ജോൺസ് ചർച്ച്. അപ്പോ അതേകൊണ്ട് ഇത് യോഹന്നാൻ അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയായിരുന്നിരിക്കും എന്ന് ആളുകള് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വരുന്നു. നമുക്ക് അതേക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കില്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭാ കെട്ടിടങ്ങളെ പണിതിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. വളരെയധികം ഉണ്ടായിരുന്നില്ല, എന്നാൽ അവിടെയും ഇവിടെയും ഒക്കെ പണിതിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പോ സർദീസിലെ സഭ ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നതായിരിക്കുന്ന ഈ ചരിത്രപരമായിട്ട് പല തെളിവുകള് ഈ സർദീസിലെ സഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പട്ടണത്തെ കുറിച്ചുണ്ട്. മെലിത്തോ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം 2-ാം നൂറ്റാണ്ടിന്റെ മധ്യം കഴിഞ്ഞ ശേഷമാണ് ബിഷപ്പായത് എന്നുമൊക്കെ ചരിത്രരേഖകളുണ്ട്. എന്തായിരുന്നാലും ഒരു പ്രധാന പട്ടണമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സഭയും ഒരു പ്രധാന സഭയായിരുന്നു എന്ന് തന്നെ നമുക്ക് വിചാരിക്കുന്നത് ന്യായമാണ്. ഈ സർദീസ് എന്ന വാക്കിന് രക്ഷപ്പെട്ടവർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പുറത്തു വന്നവർ. നവീകരണ കാലഘട്ടത്തെയാണ് ഈ സർദീസിലെ സഭ പ്രതിദാനം ചെയ്യുന്നത്. AD 1517 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തെയാണ് നവീകരണ കാലഘട്ടം എന്ന് പറയുന്നത്. ചില ആളുകൾ നവീകരണ കാലഘട്ടത്തെ മുന്നോട്ട് കുറച്ചുകൂടെ കൊണ്ടുപോകും. ഇന്ന് നവീകരണം അവസാനിച്ചിട്ടില്ല, തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരായിരിക്കുന്ന ആളുകളുമുണ്ട്. എങ്കിലും പൊതുവെ ചരിത്രകാരന്മാർ 1780 നവീകരണം അതിന്റെ ആ പ്രധാനമായിരിക്കുന്ന ഭാഗം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അന്ധകാരത്തിന്റെ കാലത്തിൽ നിന്നും ഇരുളിൽ നിന്നും സഭ വെളിച്ചത്തിലേക്ക് വരുന്നത് ഈ സർദീസില് ആണ് അത് നടക്കുന്നത്. പെർഗമോസും മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവവചനം എടുത്തു മാറ്റി കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും അതിന്റെ ഫലമായിട്ട് അദ്ദേഹം വിജാതീയ മതത്തെ മാമോദിസ മുക്കി ക്രിസ്തുമതമാക്കുകയാണ് ചെയ്തല്ല. സുവിശേഷം പ്രസംഗിച്ചിട്ടൊന്നുമല്ല ആരും രക്ഷിക്കപ്പെട്ടത്. രാജാവിന്റെ കൽപ്പന കൊണ്ട് അവരെല്ലാവരും ക്രിസ്ത്യാനികളാവുകയാണ്. ചില ചരിത്രരേഖകൾ പറയുന്നത് തന്റെ പട്ടാളത്തിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം ഒരു നദി കയറി ഇറങ്ങുവാനായിട്ട് താനെ കൽപ്പിച്ചു. അങ്ങനെ നദി കയറി ഇറങ്ങിയപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് മാമോദിസ തന്നിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന നടത്തി അവരെ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അതൊരു അതിശോക്തിയാണെങ്കിലും ഏതാണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെയാണ് നടന്നത്. അങ്ങനെ തന്നെ നടന്നില്ല എന്ന് പറയാനായിട്ട് പ്രയാസമാണ്. സുവിശേഷം പ്രസംഗിച്ച ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയൊന്നുമല്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്തു. അതൊക്കെ രാജാവിന്റെ മതം, പ്രജയുടെ മതം എന്ന നിലയിൽ രാജാവ് ക്രിസ്തുമതം അംഗീകരിച്ചു, പ്രജകളെല്ലാം അത് അംഗീകരിച്ചു, രാജാവ് കൽപ്പിച്ചു, അങ്ങനെ അത് ഉണ്ടായി എന്ന നിലയിലാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ സർദീസിലെ സഭ വരുന്നത്. കുസ്തന്തീനോസ് മാറ്റിവെച്ചതായിരിക്കുന്ന ബൈബിൾ സർദീസിലെ കാലഘട്ടത്തിൽ എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. കുസ്തന്തീനോസ് ചക്രവർത്തി പറഞ്ഞത് റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാണ് ഇപ്പോ ക്രിസ്തുമതം എന്ന് പറയുന്നത്. ഈ ഔദ്യോഗിക മതമായിരിക്കുന്ന ക്രിസ്തുമതം എങ്ങനെയാണ് അത് നടത്തേണ്ടത്, അതിന്റെ കാര്യാദികൾ ആരാണ്, എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ളത് ഈ മുക്കുവന്മാർ എഴുതിയ പുസ്തകമൊന്നുമല്ല നിശ്ചയിക്കുന്നത്. അതിനെ രാജാവിൻ്റെതായിരിക്കുന്ന അധികാരം കൊണ്ട് രാജാവ് നിയമിച്ചതായിരിക്കുന്ന പ്രത്യേക ആളുകളുണ്ട്. പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളെ, വളരെ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെ, അവരെ ബിഷപ്പന്മാരെന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ബിഷപ്പന്മാരുടെ കൗൺസിലൊക്കെയാണ് തീരുമാനിച്ചത് സഭ എങ്ങനെയാണ് നടത്തേണ്ടത്.
അതിന് അവർ ചെയ്തതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബൈബിൾ എന്ന് പറഞ്ഞതായിരിക്കുന്ന പുസ്തകം അങ്ങ് മാറ്റിവെക്കുകയാണ്. കാരണം ബൈബിളും റോമൻ കത്തോലിക്ക സഭയും ചേർന്ന് പോകില്ല. ഏതെങ്കിലും ഒന്നേ നിലനിൽക്കാനൊക്കെ, രണ്ടും നിലനിൽക്കാനൊക്കെ ഇല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇന്ന് പിന്നെ അപ്പോക്രിഫ പുസ്തകങ്ങളും മറ്റുമൊക്കെ ചേർത്തിട്ട് അവർ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുമാതിരി ന്യായീകരണം കൊണ്ടുവന്ന് അവരങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഈ സദീസിന്റെ കാലഘട്ടത്തിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് ആളുകളെ താല്പര്യം കാണിച്ചു. ഈ റിഫോർമേഷൻ കാലത്തിന് മുമ്പ് റിനൈസാൻസ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം, നവോത്ഥാനം എന്ന് പറയും. ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് നവോത്ഥാന കാലഘട്ടം. നവീകരണ കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ചില നൂറ്റാണ്ടുകളാണ്. ഈ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ക്ലാസിക്കൽ ലാംഗ്വേജസ് പഠിക്കുക. ഗ്രീക്ക്, ഹീബ്രു, സംസ്കൃതം, ലാറ്റിൻ മുതലായിരിക്കുന്ന പുരാതന ഭാഷകളുണ്ട്. ഈ ഭാഷകൾ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോ എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ പഠിക്കുവാനായിട്ട് തുടങ്ങി. അത് പഠിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ബൈബിളും ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങളുമാണ്. അപ്പോ അങ്ങനെ ധാരാളം ബൈബിൾ വായിക്കാനായിട്ടിടയായി. പഴയ പുതിയ നിയമങ്ങൾ വായിക്കുവാനായിട്ടിടയായി. അക്കാലത്തെ പണ്ഡിതന്മാര് വിശ്വാസികളായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അവർ ബൈബിൾ വായിക്കുമായിരുന്നു പാണ്ഡിത്യത്തിന് വേണ്ടി. അന്നത്തെ പെയിന്റർമാര്, വലിയ വലിയ കലാകാരന്മാരൊക്കെ ചെയ്തത് ബൈബിൾ തീംസ് എടുത്താണ്. മൈക്കലാഞ്ചലോ അതുപോലെയുള്ള ആളുകളൊക്കെ ചെയ്തത് അങ്ങനെയാണ്. സിസ്റ്റൈൻ ചാപ്പലിലെ പെയിന്റിങ് എല്ലാം ബൈബിളിന്റെ ആധാരമായിട്ടുള്ള പെയിന്റിംഗ് ആണ്. കർത്താവിന്റെ അന്ത്യ അത്താഴവും അതുപോലെയുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങളാണ്. അത് ഈ നവോത്ഥാനത്തിന്റെ ഒരു സംഭാവനയാണ്. എബ്രായ, ഗ്രീക്ക്, അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷകളിലേക്ക് കടന്നുപോയി ആളുകളെ പഠിച്ചു, ബൈബിൾ വായിക്കാനായിട്ടിടയായി. ബൈബിൾ വായിക്കുവാനായിട്ടിടയായപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. റോമൻ കത്തോലിക്ക സഭയിൽ നടക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും ബൈബിൾ ഉള്ള കാര്യങ്ങളല്ല, ബൈബിളിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അവിടെയാണ് നവോത്ഥാനത്തിന്റെ, നവീകരണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അവിടെയാണ് ഇറാസ്മസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഈ റിനൈസാൻസ്, നവോത്ഥാന കാലഘട്ടത്തിന്റെ അവസാനത്തെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ക്രൈസ്തവ സഭയ്ക്ക് ചെയ്ത വലിയൊരു സംഭാവന എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ബൈബിൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ ഗ്രീക്കിൻ്റെതായിരിക്കുന്ന ഒരു ടെക്സ്റ്റ്, പാഠം അങ്ങനെ ലഭ്യമല്ലായിരുന്നു. ഓരോരോ ബൈബിളിലെ പുസ്തകം, റോമാലേഖനം, കുരുത്തലേഖനം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം കൂടെ ലഭ്യമായിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികൾ താരതമ്യം ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ്, പാഠമുണ്ടാകും. ആ പാഠമാണ് മാർട്ടിൻ ലൂതർ വായിച്ച് സത്യം അറിയുവാനായിട്ടിടയായി. ഈ റാസ്മസ് എന്ന് പറഞ്ഞ ആളെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതായാലും ലൂതർ നവീകരണമായിട്ട് പോകുമ്പോ ഇറാസ്മസ് അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ലൂതറിനോട് പറഞ്ഞത്, നീ കുറെ സ്പീഡ് കൂട്ടിയാണ് ഓടുന്നത്, അതിനുള്ള കാലമായിട്ടില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ. അങ്ങനെ ഒരു നവീകരണം വരണമെങ്കിൽ അതിനുള്ള കാലമായിട്ടില്ല, അതുകൊണ്ട് നീ ഇപ്പോഴത് തുടങ്ങിയാൽ വലിയ എതിർപ്പുണ്ടാകും എന്ന് പറഞ്ഞ് ലൂതറിനെ വാസ്തവത്തിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാല് ഇറാസ്മസിന്റെ ബൈബിൾ വളരെയധികം ഗുണം ചെയ്തു. ആ ബൈബിളാണ് പിന്നെ ജർമ്മൻ ഭാഷയിലേക്കും മറ്റുമൊക്കെ പരിവർത്തനം ചെയ്യാനായിട്ട് വന്നതും. അതിന്റെ ഫലമായിട്ടാണ് അത് ഇംഗ്ലീഷ് ഭാഷയിലേക്കും ഇറാസ്മസിന്റെ ബൈബിളിൽ നിന്നാണ് ആദ്യമായിട്ട് പരിഭാഷയൊക്കെ വന്നത്. ഇന്ത്യയിൽ മുതലായിരിക്കുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചത് അതാണ്. അക്കാലമായപ്പോഴത്തേക്കും വേറെ പല ആളുകള് ബൈബിളിന്റെ ഗ്രീക്ക് ടെക്സ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇറാസ്മസിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല, എങ്കിലും പ്രധാന ടെക്സ്റ്റ് അത് തന്നെയായിരുന്നു. ഈ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആള് റോമൻ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിയായിരുന്നു, ഒരച്ഛനായിരുന്നു. വളരെ വിദ്യാസമ്പന്നനായ, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരച്ഛനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വളരെ ഭാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. തന്റെ മഠം, അല്ലെങ്കിൽ തന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓഗസ്റ്റീനിയൻ മഠം എന്ന ഒരു മഠത്തിലാണ്. പുരുഷന്മാരും സ്ത്രീകളും ധാരാളം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിരുന്ന ഒരു മഠമാണ് ഓഗസ്റ്റീനിയൻ മഠം. അതിലെ ഒരു അംഗമായിരുന്നു ഇദ്ദേഹം. ജർമ്മനിയിലെ വിറ്റൻബർഗ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്തുള്ളതായിരിക്കുന്ന അവരുടെ സെമിനാരി, അവരുടെ പള്ളി,
ആ പള്ളിയിലെ അച്ഛനും ഒക്കെ ആയിട്ടാണ്, സെമിനാറിലെ അധ്യാപകനും ഒക്കെ ആയിട്ടാണ് താൻ ഇരുന്നത്. താൻ അതിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ വളരെയധികം സ്വയപീഡനങ്ങൾ നടത്തുമായിരുന്നു. മഞ്ഞ പെയ്ത് കിടക്കുന്ന സമയത്ത് ചെരുപ്പിടാതെ തണുപ്പിൽ കൂടെ നടക്കുമായിരുന്നു. അതുപോലെ ഭിക്ഷാടനം ചെയ്ത് ആഹാരം കഴിക്കുമായിരുന്നു, ഒരു നേരത്തെ ആഹാരം മാത്രം, തന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഒരിക്കൽ താൻ റോമിൽ പോയി, എന്നിട്ട് അവിടെയുള്ളതായിരിക്കുന്ന ആ വലിയ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ചുറ്റും അദ്ദേഹം കിടന്ന് ഉണ്ടു എന്നാ പറയുന്നത്, തന്റെ രക്ഷാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ആത്മാർത്ഥതയുള്ള ഒരു പുരോഹിതനായിരുന്നു. അവരുടെ മഠത്തിന്റെ അധിപതി എന്ന് പറയുന്ന ജോൺ സ്റ്റോപ്പിറ്റ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ജോൺ സ്റ്റോപ്പിറ്റ്സ്. ആ മഠാധിപതി മഠം സന്ദർശിക്കുന്ന സമയത്ത് ലൂതറിനെ കണ്ടു. നേരത്തെ ലൂതറിനെ കണ്ടിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള പ്രസരിപ്പുള്ള ഒരു യുവാവായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം കണ്ടപ്പോ വളരെ മെലിഞ്ഞ് വിഷണ്ണനായി, വെളുത്തു വിളറി, രക്തമോട്ടമൊന്നും ഇല്ലാതെ വളരെ അധികം ക്ഷീണിച്ച് കണ്ടു. ലൂതറിനെ ജോൺ സ്റ്റോപ്പിറ്റ്സ് അടുത്ത് വിളിച്ച് ചോദിച്ചു, മാർട്ടിനെ, നിനക്ക് എന്താണ് പറ്റിയത്? നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, നീ ഇങ്ങനെ പോയാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ലൂതർ തന്റെ ഹൃദയത്തിന്റെ ഭാരം ജോൺ സ്റ്റോപ്പിറ്റ്സിന്റെ അടുക്കൽ പറഞ്ഞു, എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വളരെയധികം ഭാരപ്പെടുകയാണ്. എനിക്ക് രാത്രിയിൽ ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. എന്റെ പാപങ്ങൾ ആരും ക്ഷമിച്ചു തരും? ഞാനതിന് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ ആഹാരം കുറച്ചു, ചെരുപ്പിടാതെ തണുപ്പിൽ നടക്കുന്നു, തണുപ്പിൽ പോലും ചൂടുവസ്ത്രങ്ങൾ ഇല്ലാതെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ജോൺ സ്റ്റോപ്പിറ്റ്സ് പറഞ്ഞു, മാർട്ടിനെ, നീ ഒരു തിയോളജി പ്രൊഫസറും ഒക്കെ ആയിട്ട് നീ ബൈബിൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലൈബ്രറി ഉണ്ട്, അവിടെ പോയി നീ റോമാലേഖനം എടുത്ത് വായിക്കാം, നിന്റെ ആത്മാവിന്റെ രക്ഷ എങ്ങനെയാണെന്ന് ആ പുസ്തകം നിന്നോട് പറയുന്നു. അങ്ങനെ ലൂതർ പോയി ഈ റോമാലേഖനം ലാറ്റിനിലുണ്ട്, ഗ്രീക്കിലുണ്ട് എന്ന് അതെടുത്ത് വായിച്ചു. അത് വായിച്ചപ്പോഴാണ് തനിക്ക് തന്റെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചു, പരിശുദ്ധാത്മാവ് ഹൃദയത്തെ സ്പർശിച്ചു. മനുഷ്യൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതായിരിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യമൊക്കെ അതിന്റെ മാർജിനിൽ ലൂതർ എഴുതി, ഓൺലി ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെടുന്നു. സോളാ ഫിഡേ എന്ന് പറയുന്നതായിരിക്കുന്ന നവീകരണത്തിന്റെ ആ നെടുന്തൂണുകളിൽ ഒന്ന് അങ്ങനെയാണ് ആരംഭിക്കുന്നത്, സോളാ ഫിഡേ. അപ്പൊ ലൂതർ രക്ഷിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയാണ്, ബൈബിൾ വായിച്ചാണ് താൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോ ബൈബിൾ അങ്ങനെ വായിച്ച് രക്ഷിക്കപ്പെട്ടു. ബൈബിൾ കൂടുതൽ വായിച്ച് പല കാര്യങ്ങൾ കണ്ടു. സോളാ ഫിഡേ മാത്രമല്ല, സോളാ ഗ്രേഷ്യ കണ്ടു, കൃപയാൽ മാത്രമാണ് രക്ഷ. അതുപോലെ സോളാ ക്രിസ്റ്റി കണ്ടു, ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് രക്ഷ. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ താനെ കണ്ടതോടുകൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റോമിലെ പ്രശസ്തമായിരിക്കുന്ന സിസ്റ്റൈൻ ചാപ്പൽ, മൈക്കിൾ ആഞ്ചലോ അത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. പോപ്പ് അതിന്റെ പെയിന്റിങ്ങിനെ തന്നെ ഏർപ്പെടുത്തി. ലോകത്തിലുള്ള പെയിന്റ് മുഴുവനും അവിടെ കൊടുത്തിട്ടും തീരുകയില്ല, മതിയാവില്ല. റോമിന് അത് പണി പൂർത്തീകരിക്കുവാനുള്ളതായിരിക്കുന്ന പണമില്ലാതെയായി. അപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടെറ്റ്സൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കർദിനാൾ, വലിയ സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് ടെറ്റ്സൽ. അദ്ദേഹം പോപ്പിനോട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, പണം ഉണ്ടാക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം, അങ്ങയുടെ അധികാരപത്രം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. എന്താണ് ടെറ്റ്സലെ പണം ഉണ്ടാക്കാനുള്ള മാർഗം? പാപമോചന ചീട്ടുകൾ. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാം. ചില 50 രൂപ 100 രൂപ കറൻസി പോലെ ഇങ്ങനെ ചില സർട്ടിഫിക്കറ്റ് അടിക്കുക. 5000 രൂപ കൊടുത്ത് ഒരാള് 5000 രൂപയുടെ പാപമോചന ചീട്ട് വാങ്ങിയാൽ ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അപ്പനോ അമ്മയ്ക്കോ 5000 രൂപയുടെ വിമോചനം അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും.
ആ ഇന്റലിജൻസസ് അങ്ങനെ. അപ്പൊ പോപ്പ് അതിന് സമ്മതിച്ചു. പാപമോചന ഷീറ്റുകൾ അടിച്ചു. അത് വിൽപ്പന നടത്തുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ടെറ്റ്സലിനെ തന്നെ. അദ്ദേഹം സാമർഥ്യമുള്ള ഒരു കർദിനാളാണ്. അദ്ദേഹം അത് പലയിടത്തും കൊണ്ടുപോയി നേരെ ജർമ്മനിയിലേക്ക് വന്നു. മാർട്ടിൻ ലൂതർ അച്ഛനായിരിക്കുന്ന ആ വിറ്റൻബർഗ് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹം ഇത് വിൽക്കാനായിട്ട് വന്നു. മാർട്ടിൻ ലൂതറുമായിട്ട് ആശയവിനിമയം നടത്തി. അതിനു മുമ്പ് മാർട്ടിൻ ലൂതറെ അദ്ദേഹത്തിന് വലിയ പരിചയമില്ല. കാര്യം പറഞ്ഞു, നമ്മുടെ പരിശുദ്ധ പിതാവ് അതേ അയച്ചതാണ്. അവിടെ സിസ്റ്റൈൻ ചാപ്പലിന്റെ പണിക്ക് ഒരുപാട് പണം വേണം. എല്ലാ നാട്ടുരാജാക്കന്മാരോടും ഇത്ര കോടി വീതം പിരിച്ചയക്കണമെന്ന് അത് പോപ്പ് കൽപ്പന കൊടുക്കും. അതുപോലെ ചക്രവർത്തി, അന്ന് സ്പെയിനിലെ രാജാവാണ് ചക്രവർത്തി ചാൾസ് രാജാവ്, അദ്ദേഹം അങ്ങനെ കൽപ്പന കൊടുക്കും. ജർമ്മനിയിലെ ഭരണാധികാരിയായിരിക്കുന്ന ഫെഡറിക് രാജകുമാരൻ, അദ്ദേഹത്തിനും കൽപ്പന കിട്ടി. കാശ് കൊടുത്താൽ എങ്ങും തീരുകയില്ല, എന്നും പിന്നെയും ഇങ്ങനെ എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാപമോചന ചീട്ട് വിൽക്കാനായിട്ട് ടെറ്റ്സൽ വരുന്നത്. അപ്പൊ ടെറ്റ്സലെ വന്ന് പാപമോചന ചീട്ട് വിൽക്കാൻ തുടങ്ങിയപ്പോ മാർട്ടിൻ ലൂതർ കയറി എതിർത്തു. ചോദിച്ചു, ബൈബിളിൽ എവിടെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് ചോദിച്ചു. നിങ്ങൾ സൈൻ ചെയ്ത, അല്ലെ പോപ്പ് സൈൻ ചെയ്തതായിരിക്കുന്ന ഒരു കഷ്ണം പേപ്പർ 500 ഫ്രാങ്കിന്റെയോ 1000 ഫ്രാങ്കിന്റെയോ, അല്ലെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ $500 $1000 $50,000 രൂപയുടെയോ പാപമോചന ഷീറ്റ് വാങ്ങിയാല് ദണ്ഡനം കുറച്ചു കിട്ടുമെന്നുള്ളത് ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പോ അത് വിൽക്കാൻ സാധിക്കാതെ വന്നു. ഈ പ്രശ്നമായി. അപ്പൊ മാർട്ടിൻ ലൂതർ പിറ്റേ ദിവസം താൻ എന്ത് ചെയ്തു? 95 തീസിസ്, അതായത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ സംബന്ധിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന 95 കാര്യങ്ങൾ താൻ ഒരു വലിയ പേപ്പറിൽ എഴുതി, അക്കമിട്ട 1, 2 എന്ന് എഴുതി വിറ്റൻബർഗ് പള്ളിയുടെ പ്രധാന വാതിൽ അത് കൊണ്ട് നാണി അടിച്ച് ഉറപ്പിച്ചു. എന്നിട്ട് കൂട്ടമണി അടിച്ചു. കൂട്ടമണി അടിക്കുമ്പോ പള്ളിയിൽ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് കൂട്ടമണി അടിക്കുന്നത്. ആളുകൾ ഓടി വരാൻ തുടങ്ങി. വന്നവർ വായിക്കുന്നത് ഈ ലൂതറിന്റെ 95 തീസിസ് എന്ന് പറയുന്ന പേപ്പറാണ്. അതില് റോമൻ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന അനേക ഉപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് റോം ഇളകിയില്ലേ, ചർച്ചിൽ ഇളകിയില്ലേ. ചർച്ചിൽ നേരെ തിരിച്ച് റോമിലേക്ക് പോയി ചെന്ന് പോപ്പിനോട് പറഞ്ഞു, ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന അച്ഛൻ അവിടെയുണ്ട്, ശല്യക്കാരനാണ്, അവനെ നമുക്ക് ഒതുക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഏതായാലും ഞാൻ വരുന്നതിന്റെ സാരം എന്താന്ന് ചോദിച്ചാല്, ഈ നവീകരണം എന്ന് പറയുന്നത് ആരംഭിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാനാണ്. ഈ സർദീസിലെ സഭ നവീകരണ സഭയാണ്. അവിടെ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളുണ്ട്, സത്യത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ നവീകരണം തുടങ്ങിയത്? ലൂതർ എന്ന് പറഞ്ഞ ആള്, ജോൺ കാൽവിൻ എന്ന് പറഞ്ഞ ആള്, സ്വിംഗ്ലി എന്ന് പറഞ്ഞ ആള്, ഇങ്ങനെയുള്ള മഹാന്മാരായിരിക്കുന്ന നവീകരണകർത്താക്കൾ എങ്ങനെയാണ് ഈ ചരിത്രത്തിലെ ഇടം തേടിയത്? അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? നാമൊക്കെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് സഭ തുടങ്ങിയത്, നമ്മളാണ് ഇതൊക്കെ തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിച്ചു കളയരുത്. കർത്താവിന്റെ സഭ 2000 വർഷമായിട്ടുണ്ട്. നെടുന്തൂണായിട്ട് കർത്താവ് ഉപയോഗിച്ച അനേക ദൈവദാസന്മാരെ ഉണ്ട്. ജീവൻ കൊടുത്ത അനേക ദൈവദാസന്മാർ ഈ സഭയുടെ പണിയിലും സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർദീസിലെ സഭയുടെ പറഞ്ഞതായിരിക്കുന്ന ദൂത് ഈ നവീകരണത്തിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കിയെങ്കിലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടെറ്റ്സലുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അവസാനം അത് റോമിൽ ചെന്നു. പോപ്പ് ലൂതറിനെ ഒതുക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ലൂതർ റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളെല്ലാം ചോദ്യം ചെയ്ത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഫെഡറിക് രാജകുമാരന് ലൂതറിന്റെ ആശയത്തോട് വളരെയധികം യോജിച്ചു. 2 കാര്യങ്ങളാണ് യോജിക്കാൻ കാരണമായത്. ഒന്ന്, ഈ റോമിന് പണം കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി വന്നു. കൂടെ പണം കൊടുക്കണം, എല്ലാ വർഷത്തിൽ പല പ്രാവശ്യം പണം കൊടുക്കണം. കൊടുത്താൽ എങ്ങും അത് തികയില്ല. അപ്പൊ അതിനൊരു അവസാനം വരുന്നു.
രണ്ടാമത്, റോമൻ കത്തോലിക്ക സഭയിലെ അനേക ദുരാചാരങ്ങളെ കുറിച്ച് ഫെഡറിക്കിനും ഒരു ബോധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ചില അച്ഛന്മാരുടെ കളിയും മെത്രാന്മാരുടെ അതേ അധികാര ദുർവിനിയോഗവും, രാജ്യത്തിന്റെ ഭരണാധികാരി ആണെങ്കിൽ പോലും പോപ്പ് പറയുന്നിടത്ത് ചെന്ന് മുട്ടുകുത്തി നിൽക്കണം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന സിസ്റ്റത്തോടൊന്നും അദ്ദേഹത്തിന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ലൂതറിനെ എല്ലാ പ്രോത്സാഹനവും. അവസാനം റോമൻ കത്തോലിക്ക സഭ ജർമ്മനിയിലെ വേംസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അന്നത്തെ യൂറോപ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന വലിയ ഫിലിപ്പ് അവിടെ ഉണ്ടായിരുന്നു. പോപ്പ് അവിടെ വന്നിരുന്നില്ല. കർദിനാളന്മാരെല്ലാം വന്നിരുന്നു. ആർച്ച് ബിഷപ്പുമാരുണ്ടായിരുന്നു. ഏതാണ്ട് 400-ലധികം ആളുകൾ വന്നതായിരിക്കുന്ന ഒരു സദസ്സില് ലൂതറിനെ വിസ്തരിക്കാനാണ്. വിസ്തരിച്ചിട്ട് അദ്ദേഹത്തെ തീവെച്ച് കൊല്ലണം, അതായിരുന്നു ഒരു പ്ലാൻ. അന്ന് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ ഒരു നടപടിയുണ്ട്. സഭയ്ക്കെതിരെയോ പോപ്പിനെതിരെയോ ഒക്കെ പറയുന്നതായിരിക്കുന്ന ആളുകളെ വിസ്തരിച്ചിട്ട് അവരെ ഇരുമ്പ് തൂണിലോട് ചേർത്ത് ചങ്ങല കൊണ്ട് കെട്ടും. എന്നിട്ട് അവർക്ക് ചുറ്റും വിറകടുക്കും. വിറകടക്കി അല്പം മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുക്കും. അങ്ങനെ അവരെ കൊന്നുകളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ കൊന്ന ഒരുപാട് നവീകരണ പിതാക്കന്മാർ നമുക്കുണ്ട്. ലൂതറെയും അങ്ങനെ തന്നെ അവസാനിപ്പിക്കണം എന്ന് പോപ്പും ടെറ്റ്സലും ഇവരെല്ലാവരും തീരുമാനിച്ചു. അപ്പൊ ഫെഡറിക് രാജകുമാരനോട് പറഞ്ഞു, വേംസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിസ്താരത്തിന് വേണ്ടി ലൂതറിനെ ഹാജരാക്കും. കാരണം ഫെഡറിക് രാജകുമാരന്റെ ഭരണ അധികാരമുള്ള സ്ഥലത്താണ് ലൂതർ താമസിക്കുന്നത്. വേറെ ആർക്കും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഫെഡറിക് രാജകുമാരൻ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ലൂതറിന്റെ അവസാനമാണ്. അപ്പൊ അതുകൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ സംബന്ധിച്ചെങ്കിലേ കൊണ്ടുവരൂ. എന്താണ് നിങ്ങളുടെ വ്യവസ്ഥ? ലൂതറിനെ ഞാൻ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് വേംസിൽ കൊണ്ടുവന്ന് വിസ്താരം കഴിഞ്ഞിട്ട് ലൂതറിനെ ആ സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവിടും. പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതുവരെ ലൂതറിനെ നിങ്ങൾക്ക് തൊടാനും പറ്റും. എവിടെ നിന്ന് ഞാൻ അറസ്റ്റ് ചെയ്ത് വേംസിൽ കൊണ്ടുവന്ന് വിസ്താരം കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്റെ ഉത്തരവാദിത്വത്തിൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവിടും. നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. അവരത് സമ്മതിക്കേണ്ടി വന്നു, സമ്മതിച്ചു. അങ്ങനെ വേംസിലെ വിസ്താരം നടന്നു. ലോകപ്രശസ്തമായ വിസ്താരമാണ് ദി ഡയറ്റ് ഓഫ് വേംസ് എന്ന് പറയും. അവിടെ ലൂതറിനോട് തന്റെ ഉപദേശങ്ങൾ പിൻവലിക്കണം, തെറ്റ് സംബന്ധിച്ച് പിൻവലിക്കണം എന്ന് പറഞ്ഞു. ലൂതർ സമ്മതിച്ചില്ല. താൻ തനിയേ ഉള്ളൂ. ചുറ്റും 450ഓളം ഭരണാധികാരികളും അതുപോലെ കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും എല്ലാം കൂടെ കൂടിയിരിക്കുന്നിടത്താണ്. അവരുടെ നടുവിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം എഴുതിയതായിരിക്കുന്ന പുസ്തകങ്ങളും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾ എഴുതിയാണെന്ന് ചോദിച്ചു. വാങ്ങും. ഇത് നിങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇത് നിങ്ങൾക്ക് പിൻവലിച്ച് സഭയുടെ മാപ്പ് പറയാൻ സമ്മതമാണോ? എന്റെ മനസാക്ഷിക്കെതിരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിശുദ്ധ ബൈബിളിൽ നിന്നും തെറ്റാണെന്ന് തെളിയിച്ചാൽ മാത്രം പറയാമെന്ന് പറഞ്ഞു. ലൂതറിന്റെ അവിടെയുള്ള പ്രശസ്തമായ വാക്കുകളാണ്, ഹിയർ ഐ സ്റ്റാൻഡ് ലോർഡ് ഹെൽപ് മീ. ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു, ദൈവമേ എന്നെ സഹായിക്കണം. അവിടെ ലൂതറിനെ തെറ്റുകാരൻ എന്ന് കണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാണ് കൊടുത്തത്. പക്ഷേ ഫെഡറിക് രാജകുമാരൻ പറഞ്ഞതനുസരിച്ച് വിസ്താരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് 2 പട്ടാളക്കാരൻ പിഞ്ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വഴിയിലെ അദ്ദേഹത്തെ കൊന്നുകളയാനായിട്ട് പോപ്പിന്റെ ആളുകളൊക്കെ സന്നദ്ധരായിട്ട് നിൽപ്പുണ്ട്. ദീർഘമായ യാത്ര കഴിഞ്ഞാണ്. 100 കിലോമീറ്ററുകൾ മൈൽ യാത്ര ചെയ്ത് വേണം വിറ്റൻബർഗിൽ ചെല്ലാനായി. ആ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ ഒതുക്കണമെന്നുള്ളതാണ് അവരുടെ തീരുമാനം. എന്നാൽ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോ 4-5 കുതിരയിൽ വന്ന 5-6 പേരെ മുഖംമൂടി ധരിച്ചതായിരിക്കുന്ന 5 പേര് വന്നിട്ട് മാർട്ടിൻ ലൂതറെ പൊക്കിയെടുത്ത് അവരുടെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുപോയി. ഇതാരാണെന്നോ എവിടേക്കാണ് കൊണ്ടുപോയെന്നോ ആർക്കും അറിയില്ല. ഇവരെ പോപ്പിന്റെ ആളുകളാണോ അതോ കള്ളന്മാരാണോ കൊള്ളക്കാരാണോ അതോ ഇനിയും രാജകുമാരന്റെ ആള് തന്നെയാണോ ഒന്നും അറിയില്ല. ഇദ്ദേഹത്തെ ഏതായാലും കൊണ്ടുപോയി. വാർത്ത എങ്ങനെ പറഞ്ഞു? ലൂതറിനെ തട്ടിക്കൊണ്ടുപോയി.
എന്നുള്ളത് പലർക്കും അത് ആശ്വാസമായി. കള്ളന്മാർ കൊണ്ടുപോയി വധിച്ചു കാണുമെന്ന് എല്ലാവരും വിചാരിച്ചു. നവീകരണത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് അത് വളരെ സങ്കടമായി. എന്നാൽ വാസ്തവത്തിൽ അത് ഫെഡറിക് രാജകുമാരൻ അറേഞ്ച് ചെയ്തിരുന്ന ഒരു സ്കീമാണ്. 6 പട്ടാളക്കാരെ അവരെ ഇദ്ദേഹത്തെ ലൂതറിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയത് നേരെ ഫെഡറിക് രാജാവിന് അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പാലസ് ഉണ്ട്, കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലേക്കാണ്. ആ കൊട്ടാരത്തിൽ ഒരു രഹസ്യ കൊട്ടാരമാണ്, യുദ്ധങ്ങളൊക്കെ വന്നാൽ വിളിക്കാൻ വേണ്ടിയുള്ളത്. അവിടെ കൊണ്ടുപോയി ഏതാണ്ട് 1 വർഷത്തോളം അവിടെ താമസിപ്പിച്ചു. ആ സമയത്താണ് ജർമ്മൻ ബൈബിള്, ഇറാസ്മസിന്റെ ബൈബിളിൽ നിന്നും ജർമ്മൻ ബൈബിള് പരിഭാഷ ചെയ്തെടുത്തത്. അങ്ങനെ ജർമ്മൻ ഭാഷയിൽ ബൈബിൾ ആയതോടുകൂടെ ലൂതറിന്റെ രഹസ്യം പുറത്തു വന്നു. ലൂതർ ഉണ്ട് എന്ന് മാത്രമല്ല, ലൂതറ് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു, അത് പ്രിന്റ് ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടി തുടങ്ങിയത് ആ സമയത്താണ്. അതിൽ ആദ്യം അടിക്കുന്നത് തന്നെ ഈ ബൈബിളുകളാണ്. അങ്ങനെ അതങ്ങോട്ട് പരന്നു. ജർമ്മനിയിൽ മാത്രമല്ല, ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിലും അതുപോലെ നെതർലൻഡ്സ് മുതലായിരിക്കുന്ന അനേക രാജ്യങ്ങളിലേക്ക് നവീകരണത്തിന്റെ കാറ്റ് പടർന്നു. അങ്ങനെയാണ് പിന്നെ അത് സംഭവിക്കുന്നത്. അപ്പോ ഈ നവീകരണ കാലഘട്ടത്തിലെ സഭയാണ് ഈ സർദീസിലെ സഭ എന്ന് പറയുന്നത്. അപ്പോ ആ സഭയ്ക്ക് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന സന്ദേശം ഏറെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഞാൻ പറഞ്ഞതുപോലെ 1517 മുതൽ 1750 വരെയുള്ളതായിരിക്കുന്ന ഈ നവീകരണത്തിന്റെ കാലഘട്ടം അന്ധകാരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് വെളിച്ചം അങ്ങോട്ട് വീശാൻ തുടങ്ങിയതേ ഉള്ളൂ. വെളിച്ചം പൂർണ്ണമായിട്ടൊന്നും വന്നില്ല. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നവർ അവര് സർദീസിലുണ്ടായിരുന്നു. അതാണ് ജീവനുള്ള ചില ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള പരാമർശം. അതാണ് രക്ഷിക്കപ്പെട്ട ചില ആളുകൾ, സത്യം കണ്ടറിഞ്ഞ ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞാൻ ഉണർന്നെങ്കിലും നീ മരിച്ചവനായിരുന്നു, ഉണർന്നു കൊള്ളുക, ചാവറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നിട്ട് പറയുന്നു. നിന്റെ നിനക്ക് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് അവിടെ ഉണ്ട്. കുറെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ കുറച്ച് ആളുകൾ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നവീകരണത്തിന്റെ കാലഘട്ടത്തില് ഒരുപാട് ആളുകൾ റോമൻ കത്തോലിക്ക സഭ വിട്ടു പോകുന്നു. അത് ശരിയാണ്. പക്ഷെ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ട് പോകുന്നതൊന്നുമല്ല. റോമൻ കത്തോലിക്ക സഭ തെറ്റാണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. എന്താണ് ശരിയെന്നുള്ളത് അവർക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് ബോധ്യമായത് കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പോകുന്നു. പിൽക്കാലത്താണ് നോക്സ്, വിക്ലിഫ്, സ്വിംഗ്ലി, കാൽവിൻ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കുന്ന പ്രശസ്തമായ പേരുകളുടെ കാലഘട്ടത്താണ് പിന്നെ നവീകരണം അതിന്റെ ശരിയായിരിക്കുന്ന ദിശയിലേക്ക് പോകുവാനായിട്ട് തുടങ്ങിയത്. അപ്പോ ഇവരെല്ലാവരും തന്നെ ഈ കാലഘട്ടത്തിൽ വെളിച്ചം കണ്ട ആളുകളാണ്. റോമാ സഭയിൽ നിന്നും നവീകരണ സത്യത്തിലേക്ക് പോകുന്നവരാണ്. പോപ്പിന്റെ അധികാരത്തിന്റെ ഗർവ് അതിന്റെ പാരമ്പര്യത്തിൽ എത്തിയിരുന്ന കാലത്താണ് മാർട്ടിൻ ലൂതർ തന്റെ, ഞാൻ പറഞ്ഞ 95 തീസിസ് അല്ലെ വിശ്വാസ പ്രമാണങ്ങൾ വിറ്റൻബർഗ് പള്ളിയുടെ പ്രധാന കവാടത്തിൽ ആണി അടിച്ച് ഉറപ്പിച്ചത്. തുടർന്ന് ലൂതറിന്റെ ശബ്ദം ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടു. 1000-10,000 റോമൻ കത്തോലിക്ക സഭ വിട്ട് പുറത്തു വന്നു. ലൂതർ അംഗമായിരുന്നതായിരിക്കുന്ന ഓഗസ്റ്റീനിയൻ ആ മഠം, അതിൽ തന്നെ 1000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു, അച്ഛന്മാരും കന്യാസ്ത്രീകളും. അവരെല്ലാവരും പുറത്തു വന്നു. ലൂതർ പഠിപ്പിച്ചു പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കണമെന്നാണ്. മൂപ്പന്മാരെ ഭാര്യയുടെ ഭർത്താവ്, ഏക ഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണമെന്നാണ്. അതുകൊണ്ട് അച്ഛന്മാരോടൊക്കെ പറഞ്ഞു നിങ്ങളെ വിവാഹം കഴിക്കണം. പക്ഷെ എവിടെ അച്ഛന്മാർക്ക് ഭാര്യമാർ? അപ്പോ കന്യാസ്ത്രീകളുണ്ടല്ലോ. അങ്ങനെ ഓരോ അച്ഛനും ഓരോരോ കന്യാസ്ത്രീകളെ തിരഞ്ഞെടുത്തു. ചൂടുള്ള അപ്പം പോലെയാണ് കണ്ടാൽ കൊള്ളാവുന്ന കന്യാസ്ത്രീകളെ അച്ഛന്മാർ തട്ടിക്കൊണ്ടു പോയത്. വിവാഹം കഴിച്ചു. എന്നാൽ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, അവരെ ആർക്കും വേണ്ട. ഓരോ അച്ഛനും അവരോട് ഡേറ്റ് ചോദിച്ചു. ആ സ്ത്രീയുടെ പേര് കാതറീൻ എന്നായിരുന്നു. അച്ഛന്മാരെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി. അച്ഛന്മാരും തീർന്നു, കന്യാസ്ത്രീകൾ ഏതാണ്ട് തീർന്ന സമയത്ത് കാതറിനെ ഒരിക്കൽ ലൂതർ വിളിച്ചു പറഞ്ഞു, കാതറിൻ,
നിന്നോട് ആരും ഡേറ്റ് ചോദിച്ചില്ല ഇല്ലെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, ആരും നിന്നെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. ആ കാതറിനെയാണ് ലൂതർ പിന്നക്കാലത്ത് കല്യാണം കഴിച്ചത്. ഈ കാതറിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ത്രീയാണ് വാസ്തവത്തിൽ നവീകരണത്തിന്റെ ഒരു പ്രധാനയാണ്. കാതറിൻ ഇല്ലായിരുന്നെങ്കിൽ നവീകരണം മുന്നോട്ട് പോകുമായിരുന്നില്ല. ലൂതറിനെ ലൂതറാക്കിയതും നിലനിർത്തിയതും കാതറിനാണ്. ലൂതർ ഭയങ്കര ഡിപ്രഷൻ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. വർഷത്തിൽ ഒരു മാസം, എല്ലാ വർഷവും ഒരു മാസം കുളിക്കുകയില്ല, പല്ല് തേക്കുകയില്ല, ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വളരെ വിഷണ്ണനായിട്ട് തന്റെ കട്ടിൽ നിന്ന് എഴുന്നേക്കാതെ കിടക്കുമായിരുന്നു. ഒരു വർഷം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർഷമാണ്. മലമൂത്ര വിസർജാദികൾ പോലും അവിടെ തന്നെ കിടന്ന് ചെയ്യുമായിരുന്നു അവർ. ഈ കാതറിനാണ് ആ കാലഘട്ടത്തില് ലൂതറിനെ ശുശ്രൂഷിച്ച് ശക്തനാക്കിയത്. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ലൂതർ പടക്കുതിരെ പോലെ ഓട്ടമാ. 11 മാസം ആർക്കും കൂടെ ചെല്ലാനൊക്കെ ഇല്ല, അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ. 11 മാസം കഴിയുമ്പോൾ വീണ്ടും ഡിപ്രഷൻ ആയിട്ട് വന്ന് കിടക്കും. അപ്പൊ ഈ കാതറിന്റെ സംഭാവന എന്ന് പറഞ്ഞ വലിയ സംഭാവനയാണ്. ലൂതറിനെ ലൂതറാക്കിയത് ആ നിലയില് ഒരു ശക്തനായിരിക്കുന്ന നവീകരണ കർത്താവ് ആക്കിയത് ഈ സ്ത്രീയാണ്. ഞാന് ഇത് വെളിപ്പാട് പുസ്തക പഠനമാണ്, കല്യാണത്തെ കുറിച്ചുള്ള പഠനമല്ലെന്ന് അറിയാം. എങ്കിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സൗന്ദര്യം നോക്കി ആളുകളെ തിരഞ്ഞെടുക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ലൂതർ കാതറിനെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. കാതറിൻ ലൂതറിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും കത്തോലിക്ക സഭയിലും മറ്റു സ്ഥലങ്ങളിൽ കിടക്കുമായിരുന്നു ഒരു പക്ഷേ. ദൈവത്തിന്റെ നടത്തിപ്പ് ഉണ്ട്, ഞാനത് അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്, മാനുഷികമായിരിക്കുന്ന ഒരു വശം മാത്രം വെച്ച് പറയാം. കാതറിന് അത്ര വലിയൊരു മഹതിയായിരിക്കുന്ന ആളാണ്. ലൂതറിന്റെ അന്ത്യം വരെയും ലൂതറിനെ വിശ്വസ്തമായി ശുശ്രൂഷിച്ച് നവീകരണത്തിന്റെ സത്യങ്ങൾ പ്രസംഗിക്കുവാൻ ലൂതറിനെ ശക്തീകരിച്ചു അത് നിലനിർത്തിയ ഒരാളാണ്. ഈ നവീകരണം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം അർഹിക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ മാത്രം സംഭാവനയല്ല, അത് ഒരുപാട് ആളുകളുടെ സംഭാവനയാണ്. അതിൽ നല്ലവരും പെടും, ചിലപ്പോൾ മോശമായവരും പെടും. റോമൻ കത്തോലിക്ക സഭയെ എതിർത്തതായിരിക്കുന്ന അനേക ആളുകളുണ്ട്. അവരെ റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശം തെറ്റാണെന്ന് അവർക്കറിയാമെങ്കിലും സത്യോപദേശം കണ്ടതുകൊണ്ടൊന്നുമല്ല, അവരങ്ങ് എതിർത്തു. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോ ഈ നവീകരണ കാലഘട്ടത്തിലെ ആളുകളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ഉടുപ്പ് മലിനമാകുവാൻ സമ്മതിക്കാത്ത കുറെ ആളുകൾ സർദീസ് സഭയിൽ നിനക്കുണ്ട് എന്നാണ്. ഒരു നല്ല പ്രസ്താവനയാണ്. ഉടുപ്പ് മലിനമാകുവാൻ സമ്മതിക്കാത്ത കുറെ. അവരെ പറ്റി പറയുന്ന ജീവനുള്ളവർ എന്ന് പേർ ലഭിച്ചെങ്കിലും യഥാർത്ഥ അനുഭവത്തിൽ അവർ മരിച്ചവരാണ്. ജീവനുള്ളവർ എന്ന് പേരുണ്ടെങ്കിലും സത്യത്തിൽ മരിച്ചവരാണ്. അവരുടെ ഇടയിൽ ഉടുപ്പ് മലിനമാകാത്ത, അതായത് ജീവിത വിശുദ്ധി പാലിക്കുന്നതായിരിക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ടായി. വീണ്ടും ജനിച്ചതായിരിക്കുന്ന വിശ്വാസികൾ ദർശിക്കേണ്ടതായിരിക്കുന്ന സജീവത തർശീസിലെ വിശ്വാസികൾ കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മരിച്ചവരാണെന്ന് പറഞ്ഞത്. കർത്താവ് വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അല്ലെ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് എന്നാണല്ലോ നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. എന്നാൽ സർദീസിലെ സഭയെ സംബന്ധിച്ച് പറയുമ്പോ സമൃദ്ധിയായ ജീവൻ അവർക്ക് ഉണ്ടായില്ല. ജീവനുണ്ട്, പക്ഷേ സമൃദ്ധിയായ ജീവനില്ല. അങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥയെങ്കിലും ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ചില ആളുകൾ അവിടെ. പിന്നെ ഒരുപാട് സത്യം അറിഞ്ഞവരല്ലെങ്കിലും അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ചവരും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരുമായ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാം, ഒരുപാട് സത്യം അറിഞ്ഞതായിരിക്കുന്ന വലിയ പണ്ഡിതന്മാരായ ആളുകളുണ്ട്. അവരുടെ പ്രസംഗമൊക്കെ എന്തോ ഒരു ഗംഭീരമായ പ്രസംഗമാണ്, പക്ഷേ ഉടുപ്പുമല്ലമായവരാണ്. ഉടുപ്പുമല്ലമായ അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായി. ലോക പ്രശസ്തരായ ആളുകൾ, ഈ നൂറ്റാണ്ടിൽ അവരെക്കാൾ വലിയ ആള് കർത്താവ് ഇല്ല എന്ന് വിചാരിച്ചു അത്ര വലിയ ആളുകൾ, 1000-10,000 അവർക്ക് ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടുപ്പ് മലിനമായ സംഭവങ്ങളൊക്കെ അവരെ കൊണ്ട് കേട്ടു.
വളരെ സങ്കടകരമായ സംഭവമാണ്. എന്നാൽ സർദീസിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സത്യം അറിഞ്ഞവരല്ലെങ്കിലും അവരെ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കുകയും ഉടുപ്പ് മലിനമാകാതെ അവരെ സൂക്ഷിക്കുകയും ചെയ്തു. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ ഇന്ന് സഭയിൽ ഉണ്ടാകട്ടെ, ഉടുപ്പ് മലിനമാകാത്ത ആളുകൾ. ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന് ഉപദേശ വിശുദ്ധിയാണ് ഒന്നും നേടുന്നത്, രണ്ടും നേടുന്നത് ജീവിത വിശുദ്ധിയാണ്. കാരണം ഉപദേശത്തിൽ വിശുദ്ധി വരാതെ ജീവിതത്തിൽ വിശുദ്ധി വരാൻ ഒക്കുകയില്ല. ഉപദേശ വിശുദ്ധി കൊണ്ടാണല്ലോ രക്ഷിക്കപ്പെടുന്നത്, അതിനുശേഷമാണല്ലോ പിന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ എന്താ ഫലമാണ്? കർത്താവ് ശാസ്ത്രിമാരെ പറ്റിയും പരീക്ഷന്മാരെ പറ്റിയൊക്കെ പറഞ്ഞു, ഇത്ര പ്രാവശ്യം അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് പറയാനായിട്ടിടയായി. എന്തായിരുന്നു അവരുടെ പരീക്ഷന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യ ഉപദേശം മുറുകെ പിടിക്കുന്നവരാ. പക്ഷേ അവരുടെ ജീവിതം അങ്ങനെയല്ല. അവരെ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയൊക്കെ ചെയ്യുന്നവർ. വളരെ ഗൗരവമായിരിക്കുന്ന ആരോപണം അതൊക്കെ. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ അത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ നിർജീവമായിരിക്കുന്ന ഒരു സഭ എന്ന് വേണമെങ്കിൽ പറയാം. നിർജീവമായ ഒരു സഭ, കാരണം ജീവനുണ്ട് എന്ന് പേരല്ലേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സഭയോടും കർത്താവ് പറയുമ്പോൾ അനുമോദനമായിട്ട് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട്. ഈ നവീകരണ സഭയ്ക്ക്, ലൂതറിന്റെ നവീകരണ സഭയ്ക്ക് റോമൻ കത്തോലിക്ക സഭയുമായി വിശ്വാസത്താലുള്ള നീതീകരണം സംബന്ധിച്ചുണ്ടായ ഒരു പ്രധാന വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ശിശുസ്നാനവും പൗരോഹിത്യവും കുർബാനയും മുതലായിരിക്കുന്ന അനേക കാര്യങ്ങളെ സംബന്ധിച്ച് അല്പസ്വല്പ വ്യത്യാസങ്ങളില് ഒരുപോലെയൊക്കെയാണ് അവരെ അത് വിശ്വസിച്ചിരുന്നത്. വിശ്വാസ സ്നാനം എന്ന സത്യം ലൂതർ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അതേക്കുറിച്ച് കേട്ടിരുന്നു. അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകള് അന്ന് ലൂതറിനെ ശക്തമായിട്ട് എതിർത്തു. ലൂതറിനോട് പറഞ്ഞത്, നീ ചെയ്തിടത്തോളം കാര്യം ശരിയാണ്, പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞു. ഈ ശിശുക്കളെ നീ മാമോദിസ മുക്കുന്ന വചനപ്രകാരമല്ലെന്ന് പറഞ്ഞു. അനാബാപ്റ്റിസ്റ്റ് എന്നവർക്ക് പേര് വരാൻ കാര്യം വീണ്ടും മുക്കുന്നവരെന്നാണ്. അനാ എന്ന് പറഞ്ഞാൽ വീണ്ടും, ബാപ്റ്റിസ്മോ എന്ന് പറഞ്ഞാൽ മുക്കുക, വീണ്ടും മുക്കുന്ന ആളുകളാണ്. അവരെ ലൂതറോട് പറഞ്ഞു. എന്നാല് ലൂതറൻകാര് ആയിരക്കണക്കിന് അനാബാപ്റ്റിസ്റ്റുകളുടെ തലവെട്ടി. ലൂതർ അതിനെ കുറിച്ച് പറഞ്ഞത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രം ഞാൻ പ്രസംഗിച്ചിട്ട് അത് വലിയ അണക്കെട്ട് പൊട്ടി വെള്ളം വരുന്നത് പോലെയാണ് ഒഴുകി വരുന്നത്. ഇനി അതിന്റെ കൂടെ വിശ്വാസത്താലുള്ള സ്നാനം എന്ന് പറഞ്ഞ ഒരു സത്യം കൂടെ പ്രസംഗിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ലൂതറിനോട് സത്യം പറഞ്ഞ അനാബാപ്റ്റിസ്റ്റുകളെ ലൂതർ എതിർത്തു. പിന്നെ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ പ്രോഡക്ട്സ് ആണ്. ലൂതർ ജീവിച്ചതായിരിക്കുന്ന കാലഘട്ടത്തില് പ്രോപ്പർട്ടീസ്, യൂറോപ്പിലുള്ളതായിരിക്കുന്ന സ്വത്തുക്കൾ ഏറെക്കുറെ എല്ലാം സഭയുടെയും പ്രഭുക്കന്മാരുടെയും വകയായിരുന്നു. എന്നാല് ലൂതർ സത്യം കണ്ടെത്തിയ ശേഷം നവീകരണം തുടങ്ങിയപ്പോ സഭകളുടെ സ്വത്തുക്കളൊന്നും സഭകൾക്ക് പിന്നെ പിടിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞില്ല. ബെസന്റ് വാർ എന്ന് പറഞ്ഞ ഒരു യുദ്ധവും അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് പിന്നെ അവർ കോടാലിയും കൊണ്ടാ പോയത്. കോടാലിയും കൊണ്ട് ചെല്ലുക, പള്ളിയിൽ കയറുക, കണ്ട വിഗ്രഹങ്ങളെ മുഴുവനും വെട്ടുക, മാതാവിന്റെ ആയാലും ആരുടെ ആയാലും വെട്ടിമുറുക്കുക. ഒരുപാട് അച്ഛന്മാരെയും അക്കൂട്ടത്തിൽ പോയി. എന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ അവർ പിടിച്ചെടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നവീകരണ കാലഘട്ടം. അതിന്റെ ഇടയിൽ ഒരു ഉപദേശം കൂടെ കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നാൽ ലൂതർ പറഞ്ഞു. അത് ശരിയാണ്. ഉള്ളിൽ പ്രകാശം ലഭിക്കാത്തതായിരിക്കുന്ന ആളുകൾ ഈ സമുദായം മാറുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി നന്മ പ്രതീക്ഷിക്കാനായിട്ടൊക്കെ. നമുക്ക് തന്നെ അറിയാമല്ലോ, രക്ഷിക്കപ്പെടാതെ കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് വന്ന സ്നാനമായിട്ട് വന്ന ആളുകള് നമ്മൾക്ക് ചെയ്തതായിരിക്കുന്ന ദോഷം എത്ര വലുതാണ്.
തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അമ്മാവ് വന്നതുകൊണ്ട് അനന്തരവർ 3-4 പേര് വന്നതാ. അമ്മാവര് കൺവിക്ഷനെ ബോധ്യത ഉണ്ടായി വന്നതാ. അനന്തരവർ അമ്മാവരെ ഏറ്റവും ബഹുമാനപൂർവ്വം കണക്കാക്കിയിരുന്നു. അമ്മാവർ പോയെങ്കിൽ പിന്നെ ഞങ്ങളും പോവല്ലേ. അങ്ങനെ വന്ന അനന്തരവര് സഭയ്ക്ക് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വളരെയധികമാണ്. അത് ലൂതറിന്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. വെളിച്ചം കണ്ടു വന്ന കുറച്ച് ആളുകളും പിന്നെ മുൻപേ പോകുന്ന ഗോവിന്റെ മുന്നേക്ക് ബഹുഗോപം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വന്നതായിരിക്കുന്ന കുറെ ആളുകൾ. അപ്പോ അതുകൊണ്ട് ലൂതറിന്റെ കാലത്തുണ്ടായതായിരിക്കുന്ന നവീകരണം മുഴുവനും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആളുകളുടെ നവീകരണമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അതേസമയം തന്നെ വെളിച്ചമില്ലാതെ ഇരുന്ന സ്ഥലത്ത് ലൂതർ ഒരു മെഴുകുതിരി കത്തിച്ചു. അതിന്റെ വെളിച്ചം ആളുകൾ കണ്ടു. ആ വെളിച്ചം കണ്ടവർ ബൈബിൾ വായിച്ചു, സത്യം മനസ്സിലാക്കി വന്നു. അങ്ങനെ വന്നതായിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നവീകരണ സഭയ്ക്ക് റോമൻ കത്തോലിക്ക സഭയുമായി വിശ്വാസത്തിലുള്ള നീതീകരണം സംബന്ധിച്ചുണ്ടായിരുന്ന പ്രധാന വ്യത്യാസം അതാണ്. മറ്റു കാര്യങ്ങളിൽ അത്രത്തോളം വ്യത്യാസം വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാ ഫിഡെ, സോളാ ഗ്രേഷ്യ, സോളാ സ്ക്രിപ്ചുറ, സോളാ ക്രിസ്റ്റി, വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം, വചനത്താൽ മാത്രം, ക്രിസ്തുവിൽ കൂടെ മാത്രം. ഈ 4 തൂണുകളാണ് നവീകരണത്തിന്റെ പ്രധാന തൂണുകൾ. ഇത് 4ഉം ലൂതർ പറഞ്ഞ തൂണുകളൊന്നും അല്ല. പിൽക്കാലത്ത് ജോൺ കാൽവിൻ മുതലായിരിക്കുന്ന ആളുകളെ മുന്നോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എങ്കിൽ ലൂതർ അതിലെ സോളാ ഫിഡെ കണ്ടു. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ, പ്രവൃത്തികളാലും കൂദാശകളാലും അല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം അത് തനിക്ക് മനസ്സിലാക്കുവാനിടയായി. അപ്പോ നവീകരണത്തിന്റെ 4 തൂണുകളായി ഗണിച്ചിരുന്ന സത്യങ്ങൾ ഏതാണ്ടൊക്കെ ലൂതർ ഗ്രഹിച്ചിരുന്നു, ഒരുവിധം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നവീകരണത്തിന്റെ പ്രധാന ശില്പികളായ ജോൺ കാൽവിനും സിംഗ്ലിയും മറ്റേ പല ആളുകളുമാണ് ഈ സത്യങ്ങളെ അതായിരിക്കുന്ന നിലയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് നമ്മെ സഹായിച്ചു. അഭിനന്ദനത്തിന് പുറമെ കർത്താവ് ഗൗരവമേറിയ ചില ആരോപണങ്ങൾ ഈ സഭയ്ക്കെതിരെ ഉന്നയിച്ചു. പറഞ്ഞത്, എങ്കിലും നീ മരിച്ചവനാകും, നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഈ 2 പ്രസ്താവനകളും വളരെ ഗൗരവമുള്ള പ്രസ്താവനകളാണ്. നിനക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറഞ്ഞു, എങ്കിലും നീ മരിച്ചവനാകും. എവിടെയാണ് നവീകരണ സഭകൾക്ക് തെറ്റുപറ്റിയത്? നവീകരണത്തിന്റെ പ്രവർത്തനം ക്ഷീണിച്ച് പോകാതിരിക്കുവാൻ ലൂതറും മറ്റ് നവീകരണ നേതാക്കളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായവും സഹകരണവും തേടി. ഇവിടെയാണ് അവർക്ക് അടിസ്ഥാനപരമായി തെറ്റുപറ്റിയത്. അതായത് പോപ്പും റോമൻ ചക്രവർത്തിയും ലൂതറിനെ അറസ്റ്റ് ചെയ്ത് കൊല്ലണമെന്ന് നിശ്ചയിച്ചു. രാഷ്ട്രീയ സഹായം കൂടാതെ ലൂതറിന് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ലൂതർ തുടങ്ങി വെച്ചതായിരിക്കുന്ന നവീകരണം മുന്നോട്ട് പോകണമെങ്കിൽ ഭരണാധികാരികളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ലൂതർ അവരെ ആശ്രയിച്ചു. പിൽക്കാലത്ത് മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച് എന്നുള്ളതൊന്നും അന്ന് വന്നില്ല. സഭയുടെ സംരക്ഷകരായിട്ട് ഭരണാധികാരികളെ കാണുകയും അവരെ സഹായം തേടുകയുമാണ് ചെയ്തത്. ജർമ്മനിയിലെ ഫെഡറിക് രാജകുമാരന്റെ സംരക്ഷണത്തിലാണ് ലൂതറൻ നവീകരണ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇന്നും ലൂതറൻ സഭ ജർമ്മനിയുടെ ഔദ്യോഗിക സഭയാണ്. ജർമ്മനിയിലുള്ള എല്ലാ പൗരന്മാരും റിലീജിയസ് ടാക്സ് കൊടുക്കണം. ലൂതറൻ സഭയ്ക്ക് കരം കൊടുക്കണം, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം. മറ്റു സഭക്കാരും കൊടുക്കണം. നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരായാലും നിങ്ങൾ ബ്രദറൻകാരായാലും ലൂതറൻ സഭയുടെ നിലനിൽപ്പിനായിട്ട് നിങ്ങൾ കരം കൊടുത്തെങ്കിലേ ആ പണം സഭയ്ക്കാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോ അവര് പിന്നെ മറ്റേ സഭകളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മറ്റേ സഭകൾക്കും അതിലൊരു വീതം കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചില വർഷങ്ങൾ മുമ്പ്. ആ പണമാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറിക്കുന്നത്. അപ്പോൾ ജർമ്മനിയുടെ ഔദ്യോഗിക മതമായിട്ട് ലൂതറനിസം തീർന്നു. ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക മതമായിട്ട് ആംഗ്ലിക്കൻ സഭ തീർന്നു. അങ്ങനെ പല പല രാജ്യങ്ങളിൽ ഇത് സംഭവിച്ചു. ഭരണാധികാരികള് സഭയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്തു.
അപ്പൊ ഇവിടെയാണ് ഈ നവീകരണം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാമല്ലോ, ഫ്രെഡറിക് രാജകുമാരൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ലൂതറിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഫ്രെഡറിക്കിന്റെ സ്ഥാനത്തിന് ബലഹീനത പറ്റുന്ന യാതൊരു കാര്യം ലൂതറിന് ചെയ്യാനായിട്ട് ഒക്കില്ല. നവീകരണത്തിന്റെ പേരിൽ ആ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് വേണം. റോമാലേഖനം 13-ാം അധ്യായം മുതലായ അധ്യായങ്ങളാണ്. അതൊക്കെ നന്നായിട്ട് ശക്തമായിട്ട് പഠിപ്പിച്ചു. ദൈവത്താലുള്ള അതൊരു അധികാരവുമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തോട് മത്സരിക്കുന്നു, ദൈവവ്യവസ്ഥയോട് മത്സരിക്കുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ടീച്ചിങ്സ് ഒക്കെ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ കൊടുത്തു. എന്നാൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധിപതി സഭയുടെ അധിപതിയായി മാറുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് വളരെ സങ്കടകരമായി. റോമൻ കത്തോലിക്ക സഭയിലും റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു സഭയുടെ സംരക്ഷകൻ. എന്നാൽ കുറച്ചു കഴിഞ്ഞത് പോപ്പടിച്ചെടുത്തു. വളരെ തന്ത്രപൂർവം രാജാവിനെ വാഴിക്കുന്നത് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും പോപ്പിൽ നിക്ഷിപ്തമാവുകയും സഭയുടെ സംരക്ഷകൻ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനപ്പേര് രാജാവിന്റെ തൊപ്പിയിൽ നിന്ന് പോപ്പിന്റെ തൊപ്പിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ടൈറ്റിൽ രാജാവിനെ കൊടുത്തില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആയിട്ട് പോയി. അതുകൊണ്ട് നവീകരണം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞു. നിനക്ക് ജീവനുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും നീ മരിച്ചവനാണ് എന്ന് പറയേണ്ടതായിരിക്കുന്ന ഒരു സ്ഥിതി അങ്ങനെ വന്നു. റോമൻ കത്തോലിക്ക സഭയുടെ തെറ്റായ ആചാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുവാൻ നവീകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. മുന്നമേ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ശിശുസ്നാനം, കൂദാശകൾ, ആചാരക്രമങ്ങള്, സാക്രമെന്റ് സത്രണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും സഭ തുറന്നു പോകുന്നു. ചിലതിലൊക്കെ അല്പ വ്യത്യാസം വന്നു. വസ്തുമാറ്റം എന്നുള്ളതായിരിക്കുന്ന ഉപദേശം, കത്തോലിക്ക സഭയുടെ ഉപദേശം ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, അത് മാറ്റി കോൺസബ്സ്റ്റാൻഷിയേഷൻ ആക്കി. വസ്തുവിൽ ക്രിസ്തു സന്നിഹിതനാകുക എന്ന ഉപദേശമാണ്. അപ്പോ അപ്പത്തിലും വീഞ്ഞലും കുർബാന ചൊല്ലി കഴിയുമ്പോൾ കർത്താവ് സന്നിഹിതനായിരിക്കുകയാണ്. അപ്പോ അങ്ങനെ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ സ്വീകരിക്കുമ്പോൾ കാരണം അപ്പത്തിൽ കർത്താവുണ്ട്. അത് ലൂതറൻകാരുടെ പ്രമാണമായി. പഴയ ബൈബിളിലെ ആ യഥാർത്ഥമായിരിക്കുന്ന സത്യത്തിലേക്കൊക്കെ വന്നത് പിന്നെ സ്വിംഗ്ലി എന്ന് പറഞ്ഞ ആള് വന്നപ്പോഴാണ്. ഇതൊരു മെമ്മോറിയലാണ്. കർത്താവായ യേശുക്രിസ്തു കാലുവരി നിർമ്മിച്ചതായിരിക്കുന്ന നിവർത്തിച്ചതായിരിക്കുന്ന പാപപരിഹാര ബലിയുടെ ഒരു ഓർമ്മയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം. അതൊക്കെ ക്രമേണയാണ് വരുന്നത്. അതേ സംബന്ധിച്ച് കാൽവിനും അതുപോലെ മറ്റാളുകളും സ്വിംഗ്ലിയും ഒക്കെ ആയിട്ട് വളരെ സംവാദങ്ങളുണ്ടായി. സ്വിംഗ്ലി അകാലത്തിൽ യുദ്ധത്തില് താനെ മരിച്ചുപോയി. അതുകൊണ്ട് തൻ്റെതായിരിക്കുന്ന പങ്ക് വളരെ കുറച്ചു മാത്രമേ നവീകരണത്തിന് കൊടുക്കുവാനായിട്ട് സ്വിംഗ്ലിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോ പല ദുരാചാരങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഒത്തിരി സത്യങ്ങൾ കാണുകയും ചെയ്യും. ലൂതറിന്റെ ഈ നവീകരണക്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ലൂതറിന് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അതായി തീർന്നു. ഞാൻ പറയുന്ന ടൊർണേഡോ പോലെയും ഹരിക്കെയിൻ പോലെയും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടല്ലോ, കടൽക്കാറ്റുകൾ, ഇതുപോലെ ഇത് അടിച്ചിട്ട് ഒരുപാട് നാശങ്ങളും ചെയ്തു. അതിനെയൊക്കെ തടയുവാനായിട്ട് ലൂതറൊക്കെ ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നുവരെയും റോമൻ കത്തോലിക്ക സഭ നവീകരണത്തിന്റെ പ്രസ്ഥാനത്തെ അത് അങ്ങനെ വചനത്തിന്റെ സത്യം അറിഞ്ഞ് മാത്രം ചെയ്ത ഒരു പ്രസ്ഥാനമല്ല, അത് കുറച്ച് ഗുണ്ടകളുടെ പ്രസ്ഥാനം കൂടെ ആയിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. അവരുടേതായിരിക്കുന്ന എഴുത്തുകളിലൊക്കെ അങ്ങനെ നവീകരണത്തെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. ലൂതറിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിലേക്ക് ആളുകൾ കയറി. പല പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെയാണ്. നല്ല അർത്ഥത്തിലും നല്ല ആശയത്തിലും ഒക്കെ ആണെങ്കിലും ചിലപ്പോ ചില ആളുകൾ അതിൽ കയറിയാൽ അവരെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. ജനസമൂഹത്തെ കയറൂരി വിട്ട കാളക്കൂറ്റന്മാർ എന്ന വിധമാണ് അവരെ പെരുമാറിയത്. ലൂതർ വളരെയേറെ പണിപ്പെട്ടാണ് സാമൂഹിക സന്തുലത പാലിച്ചത്. ഫ്യൂഡലിസത്തിനെതിരെയുള്ള പെസൻസ് വാർ നവീകരണത്തിന്റെ കുപ്പായത്തിനകത്ത് കയറി കാട്ടിക്കൂട്ടിയതായിരിക്കുന്ന തിന്മകൾ വളരെയേറെയാണ്.
എങ്കിലും നാം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ലൂതർ നവീകരണം എന്ന ആശയമായിട്ട് താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്നില്ലായിരുന്നുവെങ്കിൽ ദൈവം വേറെ ആരെങ്കിലും ഉപയോഗിച്ച് ദൈവത്തിന്റെ വഴിയാണ്. മാനുഷികമായി നമ്മൾ പറഞ്ഞാൽ ലൂതർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അനേകരും ഇന്നും ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ കിടക്കേണ്ടതായിട്ട് വരുമായിരുന്നു. എന്നാൽ അങ്ങനെ കിടക്കില്ല. കാരണം നമ്മളെ മുന്നറിഞ്ഞവരാണ്. അതിന്റെ ദൈവികമായിരിക്കുന്ന വശം പറയുമ്പോൾ താൻ മുന്നറിഞ്ഞവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തിരസ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരാളും മുന്നറിഞ്ഞതാണെങ്കിൽ അവിടെ കിടക്കാൻ സാധ്യമല്ല. എന്നാൽ മാനുഷികമായി പറയുമ്പോൾ ദൈവം അങ്ങനെയുള്ള മുഖാന്തരങ്ങളെ ഉപയോഗിച്ചിരുന്നു. ലൂതറുമായിട്ട് സഹകരിച്ചിരുന്നു. വളരെ വലിയ വില കൊടുത്താണ്, ജീവൻ തന്നെ വില കൊടുത്താണ് ലൂതർ നിന്നത്. ലൂതറിനെ എങ്ങനെ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇന്നും എനിക്ക് ഒരു വലിയ അതിശയമാണ്. മരണത്തെ ഏത് നിമിഷവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ലൂതർ ജീവിച്ചത്. എന്നാൽ അസാമാന്യ ധൈര്യമുള്ളവരും എന്ന അതേസമയം തന്നെ വളരെ ഭീരുവുമായ ഒരു മനുഷ്യനായിരുന്നു. തനിക്കുണ്ടായ ഡിപ്രഷൻ സമയത്ത് താൻ പറയുന്ന ഒരു കാര്യം, ദേ വരുന്നു കോപ്പ് വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു, ഇപ്പൊ എന്റെ തലവെട്ടും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ തന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയതായിരിക്കുന്ന ആ ഭയം തന്റെ ഡിപ്രഷന്റെ സമയങ്ങളിൽ താനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഡിപ്രഷൻ പോയി കഴിയുമ്പോ യാതൊരു ഭയമില്ലാത്തതായിരിക്കും ഒരു പടക്കുതിരയായിട്ടാണ് ലൂതർ. നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തിത്വത്തിന്റെ രണ്ട് ഭാഗമുണ്ടല്ലോ. ശക്തന്മാരെന്ന് വിചാരിക്കുന്ന ചില ആളുകള് വളരെ ബലഹീനരായ ആളുകളാണ്. പൗലോസിനെ കുറിച്ച് ഞാൻ എന്തോ ഒരു ശക്തനായിട്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ കൊരിന്തിൽ തനിയെ ഇരിക്കുമ്പോ താൻ അവിടെ വിട്ടുപോകാനാ തീരുമാനിച്ച ദൈവം കർത്താവ് പ്രത്യക്ഷമായി പറഞ്ഞു, നീ പോകരുത്, എനിക്ക് ധാരാളം ആളുകൾ ഈ പട്ടണത്തുണ്ടെന്ന്. അപ്പോ ഭയമില്ലാത്ത പൗലോസിന് ഭയമുള്ള ഒരു വശമുണ്ട്, ഭയമില്ലാത്ത ദാവീദിന് ഭയമുള്ള ഒരു വശമുണ്ട്. ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് ഫെലിസ്ത്യരുടെ ഇടയിലേക്ക് കയറിപ്പോയത്. ഭയമുണ്ടായിരുന്നു. ഭയമില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനുഷ്യത്വത്തിൽ അങ്ങനെയുണ്ട്. ലൂതറെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നവീകരണ സഭ, തിയഥേരിയിലെ സഭ ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും മരിച്ച ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ സത്യങ്ങൾ അധികമൊന്നും കണ്ടിട്ടില്ല. ഒന്നോ രണ്ടോ സത്യം കണ്ട സത്യത്തിന് വേണ്ടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സഭയോട് കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇന്ന് നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നവീകരണം കഴിഞ്ഞോ അതോ നവീകരണം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നുവോ എന്ന ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആ ചോദ്യത്തെ കുറിച്ച് വീട്ടിൽ പോയി ചിന്തിക്കണം. നവീകരണം കഴിഞ്ഞോ അതോ നവീകരണം ഇന്ന് തുറന്നുകൊണ്ടിരിക്കുകയാണ്? അതേക്കുറിച്ച് ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും.